ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നത് തന്നെ സുഖത്തിന് വേണ്ടിയാണ്. ഏതൊരു കൊച്ചു കുഞ്ഞിനെ എടുത്തു നോക്കിയാലും, ഏത് ജീവജാലങ്ങളെ നോക്കിയാലും എല്ലാവർക്കും വേണ്ട വസ്തുത സുഖമാണ്. എന്നാൽ ആ സുഖത്തിന് വേണ്ടി ലോകം മുഴുവൻ അലഞ്ഞു നടന്നാലും യഥാർത്ഥത്തിലുള്ള സുഖം ലഭിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളിൽ കൂടി ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളിൽ കൂടി അല്പമായ സുഖമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് അല്പം കാണുമ്പോഴേക്കും നമുക്കതിൽ മടുപ്പ് വരുന്നു. ഇനി അനുഭവിക്കുക, കാണുക എന്ന ക്രിയ തന്നെയാണെങ്കിൽ കുറെ കണ്ടു കഴിയുമ്പോൾ അതിൽ ആനന്ദം ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ സുഖം ഇല്ലാതെയാകുന്നു. രുചിക്കുന്ന വസ്തു തിന്നത് തന്നെ നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ സുഖം ഇല്ലാതെയാകുന്നു, രസം നഷ്ടപ്പെടുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിലും സുഖം നിലനിന്ന് കാണുന്നില്ല. അതിനാൽ എവിടെയാണ് ഈ സുഖം? സുഖം എവിടെ? ഈ അന്വേഷണം നമ്മളൊന്ന് നോക്കുക. സുഖമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ച് സുഖത്തെ തേടി മർത്യന്മാർ അലയുന്നിതു ഭൂമിയിൽ. സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാതെ സുഖത്തെ തേടി ലോകം മുഴുവൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സുഖം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്വസ്ഥാവസ്ഥയാണ്. മനസ്വസ്ഥതൈവാനന്ദ എന്നാണ്. മനസ്സ് സ്വസ്ഥമാകുമ്പോൾ നമ്മുടെ മനസ്സിപ്പോൾ സുഖത്തിനായി അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ലോകം മുഴുവൻ അലയുന്നു. ഭൂമി മുഴുവൻ അലഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അലയുന്നു മറ്റു ഗ്രഹങ്ങളിലേക്ക്. അവിടെ പോയാൽ ഇവിടെ കിട്ടാത്ത പലതും കിട്ടും എന്ന് കരുതുന്നു. എന്നാൽ എവിടെ പോയാലും നമുക്ക് കിട്ടാത്തതാണത്. അത് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് സ്വസ്ഥമാകണം, മനസ്സൊന്ന് നിശ്ചലമാകണം. മനസ്സ് നിശ്ചലാവസ്ഥയെ പ്രാപിക്കുമ്പോൾ പരമമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരും നമ്മൾ. അതാണ് നാം ഈ ലോകം മുഴുവൻ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര അലഞ്ഞാലും യഥാർത്ഥ സുഖം നമുക്ക് ലഭിക്കുകയില്ല. വസ്തുക്കളിൽ നിന്ന്, ചില ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നമ്മൾ സുഖത്തെ അഭിലഷിക്കുന്നു. വിശപ്പെന്ന ദുഃഖനിവൃത്തിക്ക് വേണ്ടി ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ ഒരു സുഖം നാം അനുഭവിക്കുന്നു. അത് വയറ് നിറയുന്നത് വരെ ആഹാരം വേണ്ടത്ര നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭക്ഷിക്കുമ്പോൾ സുഖമല്ല ലഭിക്കുന്നത്. അപ്പോൾ പലതിനെയും അപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ഓരോ മനുഷ്യനും സുഖത്തെ സ്വീകരിക്കുന്നത്. എന്നാൽ നിരപേക്ഷമായ ഒന്നിനെയും ആശ്രയിക്കാതെ കിട്ടുന്ന സുഖമാണ് യഥാർത്ഥമായ സുഖം. ആ സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് തന്നിൽ തന്നെ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ സുഖമാണ്, ആത്മരസമാണ്. ആത്മാവിൻ്റെ സുഖം അല്പം നമുക്ക് ലഭിക്കാൻ സാധിച്ചാൽ പിന്നെ ഈ ലോകത്തിലെ സുഖങ്ങൾ എല്ലാം വെളിക്കിറങ്ങുന്ന ഒരു വസ്തുവിനെ പോലെ നിഷിദ്ധമായി മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. അതിനാൽ നിഷിദ്ധമായ വസ്തുക്കളാണ് ഇപ്പോൾ പരമപഥ്യമായി നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മുടെ ഇന്ദ്രിയങ്ങളും ശരീരവും ക്ഷീണിച്ചവശനായി ഒന്നും നേടാൻ സാധിക്കാതെ സുഖമെന്നത് ഒരു മരീചിക മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ
വയസ്സാകുന്ന സമയത്ത് രോഗശയ്യയിൽ കിടക്കുന്ന ഒരാൾ പറഞ്ഞു, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, പല ചിന്തകളും എന്നെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു, ഈ ചിന്തകൾ വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന്. രോഗശയ്യയിൽ കിടക്കുന്ന ഒരാൾക്ക് സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതിന് ആരോഗ്യത്തിന് ശക്തിയും വിവേകവും ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ച് അതിനെ വേണ്ട വഴിയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നിരന്തരമായ അഭ്യാസം കൊണ്ടേ കഴിയൂ. ഒരു മായാജാലം പോലെ നമുക്ക് ആ മനസ്സിനെ നിയന്ത്രിച്ച് ചിന്തകളെയെല്ലാം തൻ്റെ സ്വേച്ഛപ്രകാരം നിർത്താം എന്ന് വ്യാമോഹിക്കുന്നത് വൃഥാവിലാണ്. എന്നാൽ ചിന്തകളെ നാം വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും വേണ്ട വഴിയിലേക്ക് തിരിച്ചുവിടാൻ കുറച്ച് പരിശീലനം കൂടിയേ കഴിയൂ. ഈ അഭ്യാസങ്ങൾ പരിശീലനം നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? ആരോഗ്യമുള്ളപ്പോഴാണ്. അപ്പോഴൊന്നും ചെയ്യാത്ത രോഗശയ്യയെ കിടക്കുമ്പോൾ സാധിക്കുമോ? പലരും വയസ്സാവട്ടെ അതിനുശേഷം മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാം എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല. വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയില്ല. കാരണം അതിനുള്ള പ്രാപ്തി ദേഹത്തിനില്ല. ദേഹത്തിന് ശക്തിയും ശേഷിയും അതുപോലെ ആരോഗ്യവും ഉള്ളപ്പോഴാണ് മനോനിയന്ത്രണം സാധിക്കേണ്ടത്. അക്കരെ പോകാൻ, അടുത്ത വീട്ടിൽ പോകാൻ ശക്തിയില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വെക്കുന്നു. പക്ഷേ മനസ്സ് അവിടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ഖേദിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് പോവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. മനസ്സ് പറയുന്നിടത്ത് ശരീരത്തിനെത്താൻ സാധിക്കാതെ വരുന്നു. അപ്പോഴും ദുഃഖമായിരിക്കും ഫലം. അതിനാൽ ശരീരം എത്താവുന്ന ദിക്കിലേക്ക് മാത്രം മനസ്സ് ഒഴുകാനുള്ള പരിശീലനം മനസ്സിനാണ് കൊടുക്കേണ്ടത്. വിചാരിച്ചിടത്തെല്ലാം ശരീരത്തിനെത്താൻ സാധിക്കുകയില്ല. സുഖമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ചിഹാം. വസ്തുക്കളിൽ നിന്നാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ച് വസ്തുക്കളെ സമ്പാദിക്കാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ചിഹാം. സുഖത്തെ തേടി മർത്യന്മാർ അലയുന്നിതു ഭൂമിയിൽ.